ഇതെന്താണെന്ന് മനസ്സിലായോ ഗൈസ്? ഇതാണ് കോരിയുടെ തല. കോരിത്തല എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാട്ടോ. എനിക്ക് ചെറുപ്പകാലത്തെ ഒരു നോസ്റ്റാൾജിക് ഓർമ്മകളാണ് കേട്ടോ. അച്ചാമ്മ അച്ചാച്ചൻ അവരുടെയൊക്കെ കാലത്ത് ഞങ്ങൾ കാഞ്ഞിരമറ്റത്ത് അച്ഛൻ്റെ വെക്കേഷൻ ആകുമ്പോൾ ഞാനും അച്ഛയും അമ്മച്ചിയും അനിയനും അനിയത്തിയും കൂടിയും അച്ചാമ്മയുടെ വീട്ടിൽ വരും. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലത്താണ് കേട്ടോ. അപ്പോൾ വെക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്ക് വരും. അപ്പോൾ അച്ഛനും അച്ചാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ കോഴിക്കറി. അപ്പോൾ അച്ചാച്ചൻ എപ്പോഴും എനിക്ക് കോഴിക്കറി കൂട്ടി ചോറ് വരും. ഇതേ തല മാത്രം ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചു. പിന്നെ ഇതേ ഒരു മുട്ടയാണ് കേട്ടോ ഇരിക്കുന്നത്. ഭയങ്കര നോസ്റ്റാൾജിക് ഫീലിംഗ് ആട്ടോ. ഇത് കറക്കാൻ കൊള്ളുകയല്ലാട്ടോ, പൊട്ടിത്തെറിക്കേ. ഇതുണ്ടോ കാണുമ്പോൾ നല്ല രസമാണ്. ബലൂൺ വീർപ്പിച്ച പോലെ ഉണ്ടല്ലേ. ചില കുരിക്കകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ല നല്ല സോ ബ്യൂട്ടിഫുള്ളി വാവ്. ഇത്ര ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ ഹാർഡായി കിടക്കും. വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഹാർഡായി പോവേ. ഇതിവിടെ ഞാനത് ബാക്കിയുള്ള കൂരിനെ അരച്ചു വരട്ടി വെച്ചിട്ടുണ്ട്, വാലൊക്കെ കേട്ടോ. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നന്നാക്കാനും അതിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കാനും. പുളിയൊക്കെ ഒഴിച്ച് വേണം അതിൻ്റെ പുറത്തെ അഴുക്ക് കളയാനായിട്ട്. കാരണം കായലിലുണ്ടാകുന്ന മീനാണ്.